ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തേർഡ് ടൈപ്പായിട്ടുള്ള പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റർ എന്താണെന്ന് നോക്കാം. പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റർ വർക്ക് ആകുന്നത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പൽ വെച്ചിട്ടാണ്. അതായത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ക്രിസ്റ്റൽസ് വന്നിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലിൽ പ്രഷറോ ഫോഴ്സോ ഡിസ്പ്ലേസ്മെൻറ്റോ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രക്ചറിൽ വന്നിട്ട് വേരിയേഷൻസ് വരും. അതായത് തിക്നെസ് എക്സ്പാൻഷൻ ആകാം, അല്ലെങ്കിൽ തിക്നെസ് വന്നിട്ട് എന്താകും, ഇത് കംപ്രസ് ആകാം. അങ്ങനെ മോളിക്കിൾസിൽ വന്നിട്ട് അതിൻ്റെ സ്ട്രക്ചറിൽ വേരിയേഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നിട്ട് കിട്ടും. ഇത് എന്ത് വന്നിട്ട് അപ്ലൈഡ് ഫോഴ്സ്, പ്രഷർ, ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെ പറഞ്ഞില്ലേ, അതൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് നേരെ നമുക്ക് തിരിച്ചും പറയാം. ഈ ക്രിസ്റ്റലിൻ്റെ മേലിൽ സം വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്താകും, അതിൻ്റെ സ്ട്രക്ചറിൽ വേരിയേഷൻസ് വന്നിട്ട് എന്താണ് നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് വന്നിട്ട് കിട്ടുമെന്നും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് പറയുന്നതാണ്. ഇതിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നമ്മൾ പറയണത്. അങ്ങനെ നമ്മൾ ഏതൊക്കെയാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ്, ഈ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയും. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോച്ചൽ സാൾട്ട്, അമോണിയം ഹൈഡ്രജൻ പാസ്ഫേറ്റ്, ലിത്തിയം സൾഫേറ്റ്, ഡൈ പൊട്ടാഷ്യം ടാർട്രേറ്റ്, ക്വാർട്സ്, സെറാമിക്സ് എ ആൻഡ് ബി, അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് മെറ്റൽസ് ഒക്കെ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി വെച്ചിട്ട് വർക്കാകുന്ന മെറ്റൽസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്രിസ്റ്റൽസേ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, സെൻസാറായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പടം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെയും നമ്മൾ സീസ്മിക് മാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഒരു മാസ് എടുത്തിരിക്കുന്നത് കണ്ട, സീസ്മിക് മാസ്. ആ മാസിൻ്റെ അടിയിൽ ഇങ്ങനെ സ്ക്വയർ പോലെ വരച്ചിട്ടില്ലേ, അതാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ മേലിൽ ഒരു മാസ് വെച്ചിട്ടുണ്ട്. മാസിൻ്റെ മേലിലാണ് ഒരു സ്പ്രിങ് വന്നിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൊത്തം അറേഞ്ച്മെൻറ്റും ഒരു ഹൗസിംഗ് ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേലിൽ നമ്മൾ എന്ത് ചെയ്യണേന്, നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ പോകുന്ന ആക്സിലറേഷൻ, അതായത് വൈബ്രേഷൻ വന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും സ്പ്രിങ് വന്നിട്ട് കംപ്രസ് ആയിട്ട് സീസ്മിക് മാസ് മൂവബിളായിട്ട് നമുക്ക് എന്താകും, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ മേലിൽ ഒരു വൈബ്രേഷൻസ് വരുന്നതായിരിക്കും. ആ വൈബ്രേഷൻസ് വരുന്നത് കൊണ്ട് അതിൻ്റെ സ്ട്രക്ചറിൽ വേരിയേഷൻസ് വരുമ്പോഴേക്കും എന്താകും, നമുക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നിട്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റർ എന്ന് പറഞ്ഞത്. ഈ ഒരു പടം വരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ, അതായത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞത് വേറൊരു പേജിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ആ പേജിൽ ഇത് വന്നിട്ട് ഏറ്റവും മേലിൽ ഫസ്റ്റ് പാരഗ്രാഫ് കാണുന്നതാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. പിന്നെ ഇത് ഈ ഒരു പടം വന്നിട്ട് ഇതിൻ്റേതായിട്ടുള്ള പടമാണ്. അതും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഇത് കണ്ടോ, 2 ഇലക്ട്രോഡ്സ് ഉണ്ടാകും. 2 ഇലക്ട്രോഡിൻ്റെ നടിയിലാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോഡിക്ക് പകരമാണ് നമ്മൾ ഒരു മാസും അതിൻ്റെ മേലിൽ സ്പ്രിങ്ങും വെച്ചതായിട്ട് മറ്റൊരു പടം ഞാൻ കാണിച്ചിരുന്നത്. തിക്നെസ് വേരിയേഷൻസ് ആകും, അല്ലെങ്കിൽ വിത്ത് വേരിയേഷൻസ് ആകും. അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞ് ലെങ്ത്തിൽ വേരിയേഷൻസ് വരും. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വേരിയേഷൻസ് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നിട്ട് പ്രൊഡ്യൂസ് ആകും. ആ ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നിട്ട് ഏതൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, വൈബ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, അതൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റർ എന്ന് പറഞ്ഞത്.